കാസർഗോഡ് നീലേശ്വരത്തെ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കള്ളന്മാർ പിടിയിൽ. കുപ്രസിദ്ധ കവർച്ചക്കാരെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നീലേശ്വരം കൊഴിന്തിൽ നാലാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, പാലക്കാട്ട് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കവർച്ച നടത്തിയ കള്ളന്മാരാണ് പിടിയിലായത്. തൃശൂർ ആമ്പല്ലൂർ കഴലി ഹൌസിൽ ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ കോളാരി പാലോട്ടുപള്ളി ബദർ മഹലിൽ അബ്ദുൾ ജലീൽ എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. ഡോക്ടർ സുലേഖ രാമകൃഷ്ണന്റെ വീട്ടിൽ കവർച്ചാശ്രമവും ഉണ്ടായി. തമിഴ്നാട്ടിലെ ഏർവാടിയിൽ വെച്ചാണ് കള്ളന്മാർക്ക് പിടിവീണത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഫെബ്രുവരി 21 പുലർച്ചെയാണ് നാലാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. ഇവിടെ നിന്ന് 4 ചെമ്പ് ഭണ്ഡാരങ്ങളും ഒരു സ്റ്റീൽ ഭണ്ഡാരവും അതിലുണ്ടായിരുന്ന പണവുമാണ് കള്ളന്മാർ കൊണ്ടുപോയത്. 30,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. പാലക്കാട്ട് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹത്തിൽ ചാർത്തിയ താലിയും ഭണ്ഡാരവുമാണ് മോഷണം പോയത്. പുലർച്ചെ 3:30-നും 4-നും ഇടയിലാണ് നാരാംകുളങ്ങര ക്ഷേത്രത്തിൽ മോഷണം നടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അന്നു തന്നെ അന്വേഷണത്തിനായി 5-അംഗ പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചിരുന്നു. പ്രദേശത്തെ CCTVയിൽ നിന്ന് പ്രതികളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹൊസ്ദുർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു.